ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. ഇന്നൊരു അടിപൊളി ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് ട്ടോ. മുഴുവനായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബ്രെഡൊന്നും ആവശ്യമില്ല. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ദാ അതിൻ്റെ ആദ്യം നമുക്ക് വേണ്ടിയത് അതിൻ്റെ മാവ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാനൊരു 3 കപ്പ് മൈദപ്പൊടിൻ്റെ അളവിലുള്ളതാണ് കാണിക്കുന്നത്. അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ എപ്പോഴും പറയുന്ന പോലെ പുതിയ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പഞ്ചസാരയും ഉപ്പും ഈസ്റ്റൊക്കെ ഒന്ന് എല്ലായിടത്തും മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാനിത് ഒരു മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സൈസുള്ള ഒരു മുട്ടയാണ്. നല്ല ചെറിയ സൈസ് ആണെങ്കിൽ 2 എടുത്തോ. പിന്നെ വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ് 2 ടേബിൾ സ്പൂൺ. അൺസോൾട്ടഡ് എന്ന് പ്രത്യേകം പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സോൾട്ടഡ് ആണ് ഇടുന്നതെങ്കിൽ പിന്നെ പൊടിയിൽ എക്സ്ട്രാ നിങ്ങൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഇട്ടെന്ന് വെച്ച് കുഴപ്പമില്ല, പക്ഷേ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ടില്ല. ഇനിയിപ്പോൾ വേണ്ട മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് 3 ടേബിൾ സ്പൂൺ. പിന്നെ ഏതെങ്കിലും ടൈപ്പ് ഒരു പാലും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫ്രഷ് മിൽക്ക് ആയാലും മതി. ഞാനിവിടെ എവാപ്പറേറ്റഡ് മിൽക്കാണ് ഒഴിച്ചത്. അത് എത്രയാണോ നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി വരുന്നത് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നല്ല മയത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാട് അങ്ങ് സ്റ്റിക്കി പാകത്തിലല്ല വേണ്ടത്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പാകത്തിൽ കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റ് ആക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോലെ ആ ഒരു സ്റ്റിക്കി പാകത്തിലല്ല വേണ്ടി. ഇത് ബേക്ക് ചെയ്യാനുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചപ്പാത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് 1 മണിക്കൂർ ഇതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് ഡബിൾ സൈസ് ആവും. ഇപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷമാണിത് കണ്ടോ, ആ ഒരു മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടാണ് ഉണ്ടാവുക. തീരെ ഞങ്ങൾ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് മനസ്സിലാവും നല്ല പാകത്തിലായിണെങ്കിൽ എടുക്കുന്ന സമയത്ത് തീരെ വെയിറ്റ് ഉണ്ടാവില്ല, ഒരു പാറ്റ പോലെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് അധികം കുഴച്ച അതിൻ്റെ ആ ഒരു എയറൊന്നും പോക്കാൻ നിൽക്കണ്ടില്ല. ചെറുതായിട്ട് അതിൽ നിന്ന് ഉരുളകൾ ഉരുട്ടിയെടുക്കാം. ഒരു പൂരിനെക്കാട്ടിലും കുറച്ച് വലുപ്പത്തിലുള്ള ഉരുള എടുക്കുക കേട്ടോ. ചപ്പാത്തിൻ്റെ ആ ഒരു സൈസ് വേണ്ട, എന്നാൽ പൂരിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസിൽ. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തത് കേട്ടോ. ഇങ്ങനെ മതി, സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി വെക്കുക. ഇപ്പോൾ അത് മൊത്തത്തിൽ ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിലുള്ളതാണ് ഇത് മൊത്തം. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ ബട്ടൂരൊക്കെ പരത്തുന്ന അതേ രീതിയിലാണ് പരത്തേണ്ടത്. അതേ തടിയിലുമാണ് വേണ്ടി കേട്ടോ. എൻ്റെ തിക്നെസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബട്ടൂരൻ്റെ അതേ തിക്നെസ്. ഒരുപാടങ്ങ് നേരിയതല്ല, എന്നാൽ ഒരുപാടങ്ങ് തടിയുമില്ല. ഇതാണ് ഇതിൻ്റെ പാകം, കണ്ടില്ലേ? ഈ ഒരു തടിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ നടുവിലൊന്നും ചെയ്യണ്ട കേട്ടോ, ഒന്നും തേക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. അമർത്താൻ പോവരുത് കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാനേ പാടുള്ളൂ. ഞാൻ കാണിച്ചു തരാം, നമുക്കിത് തുറക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത്, അമർത്താൻ പാടില്ല. ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് പാല്, ഒരു 1-2 ടേബിൾ സ്പൂൺ പാല് മതി കേട്ടോ. ഞാൻ കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ക്രഷ് ചെയ്തിട്ടുള്ള കോൺഫ്ലെക്സ് ആണ് കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചാലും മതിയേ, പക്ഷെ റോസ്റ്റ് ചെയ്തതായിരിക്കണം കേട്ടോ, നിർബന്ധമാണ്. ഇനിയിപ്പോൾ അത് അതിൽ നിന്ന് ആ ഒരു ബ്രഷ് കൊണ്ട് പാല് ഒരു ഭാഗം മാത്രം നമ്മൾ പാല് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ, ഒരുപാട് അങ്ങ് അമർത്തരുത്, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഈ ഒരു കോൺഫ്ലെക്സ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം മാത്രം കേട്ടോ, ഞാനിപ്പോൾ തിരിച്ചു വിട്ട് അറിയാണ്ട് തിരിച്ചിട്ട് പോയി. അപ്പോൾ അടിഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്, ഞാൻ മാറ്റിയെടുക്കുന്നുണ്ടേ. അങ്ങനെ തിരിച്ചിടണ്ട, ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഒട്ടിച്ചെടുക്കേണ്ടത്, പാലാക്കിയ ഭാഗം മാത്രം. ഇപ്പോൾ അതാ ഒരു ഭാഗം മാത്രം നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. 2 ഭാഗത്തും ആയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ? അപ്പം നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഒരു ഭാഗം മാത്രം ഈ ഒരു കോൺഫ്ലെക്സ് ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തില്ല കേട്ടോ, ഒരു ഭാഗം മാത്രം. ഇതേപോലെ ഇനി ബാക്കിയുള്ള എല്ലാം ഇതേപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ട്രേയിൽ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഇതൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരളവിലുള്ള മൊത്തത്തിൽ ഞാനിങ്ങനെ ഒന്ന് പരത്തി ഇതേപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രയലാക്കിയിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. ഇത്രയാണ് ഈ ഒരു അളവിൽ എനിക്ക് കിട്ടിയത്. ഇനി ഇതൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് പഫി ആയിട്ട് വരും. അപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊരിക്കാനുള്ള എണ്ണ വെച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക കേട്ടോ. കുറഞ്ഞ എണ്ണ മതിയിട്ട്, ഒരുപാട് എണ്ണ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നല്ലോണം ചൂടായാൽ പിന്നെ തീ അങ്ങ് കുറച്ച് വെക്കണം. ഒരു മീഡിയം തീയിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് തീ അങ്ങ് സിമ്മിലാക്കിയും വെക്കണ്ട, എന്നാൽ കൂട്ടിയും വെക്കരുത്. ഒരു മീഡിയം തീയിലിട്ടിട്ട് അപ്പുറം അപ്പുറവും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവുകയും ചെയ്യും. നിങ്ങൾക്ക് ബട്ടൂരൻ്റെ ഒരു വേവ് അറിയാമല്ലോ, പെട്ടെന്ന് വേവും. പിന്നെ അത് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് സമയം എടുക്കൂല അത് വേവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ടാൽ നമുക്ക് വേഗം വേഗം കോരിയെടുക്കുകയും ചെയ്യാം.
ഇപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണ ഒന്ന് കോരിയെടുക്കാം. തീരെ എണ്ണ ഒന്നും കുടിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിലാണ് ഉണ്ടാവുക. പൊടി കുഴക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല ആ ഒരു ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണേ. ഒരുപാട് അങ്ങ് ലൂസായി പോയാൽ എണ്ണ കുടിച്ചു പോകും. ഇപ്പോൾ അത് അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3 വെച്ചിട്ട് ഇനി വേഗം വേഗം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടിൻ്റെ സൈസ് പോലെ നിങ്ങൾക്ക് 3, 4 ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം പൊരിച്ച് ഈ ഒരു ട്രയലാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയ മൊത്തത്തിലുള്ളത് കേട്ടോ. ഇത് മുഴുവനായിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി വെറുതെ കഴിക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കനാണ്. അപ്പോൾ അത് ചിക്കനിലേക്കുള്ള മസാലയാണ് കാണിക്കുന്നത്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ പുളി കുറവുള്ള തൈരും. പിന്നെ വേണ്ടത് വിനെഗറാണ്. 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുത്താണ്. പിന്നെ അതാ പാപ്രിക്കയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എരിവാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ടേബിൾ സ്പൂൺ പാപ്രിക്ക ഇട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ആ ഒരു തൈരും വിനെഗറൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസായിട്ടൊന്ന് വന്നോളും. ഈ ഒരു കട്ടി മതിയിട്ട്, ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ള ബാറ്റർ വേണ്ട. ഇനി ഇതിലേക്ക് തിന്നായിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിൻ്റെ ഒരു കട്ടി ഞാൻ കാണിച്ചു തരാം. ബോൺലെസ് ചിക്കനാണ്. എന്നിട്ട് നല്ല തിന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിടുക. അപ്പോൾ ഇത് ഞാൻ ചെസ്റ്റ് പീസ് മാത്രമല്ല കേട്ടോ, തൈയും എല്ലാം ഉണ്ട്. ഞാൻ തന്നെ അങ്ങനെ സ്ലൈസ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക. ഇതുപോലെ നേരിയതാക്കി മുറിച്ച് വെക്കുക. ഇനിയിപ്പോൾ അത് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. വെള്ളമൊക്കെ പോക്കിയതിൻ്റെ ശേഷമുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുക. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചേക്ക്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ആ ബാക്കിയുള്ള പാലില്ല, ഞാൻ കളയുന്നില്ല. നേരത്തെ നമ്മൾ ബ്രെഡിലേക്ക് എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് പാല് വേണമെന്നൊന്നുമില്ല, മുട്ട മാത്രം മതി. ഞാൻ പിന്നെ ആ പാൽ ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് അതിലേക്ക് തന്നെയാണ് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു മുട്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ആ മുട്ടയും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താളാം. പാല് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ മറ്റേതിൽ ബാക്കിയുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് വേറെ ആവശ്യത്തിനൊന്നും അത് എടുക്കാൻ കഴിയില്ലല്ലോ, നമ്മൾ ബ്രഷ് ഇട്ട് മുക്കിയതായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മുട്ട അതിൽ തന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇടുക. വേറെ സ്പൈസസ് ഒന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡറൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം, കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി മാത്രമാണ് കേട്ടോ. 1/2 കപ്പ് വേണമെന്നില്ല, ഒരു 1/4 കപ്പൊക്കെ മതിയാവും. പിന്നെ വേണ്ടിയ നേരത്തെ ആ കോൺഫ്ലെക്സ് പൊടിച്ചതും ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. അതിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. എന്നിട്ട് ആ ഒരു കോൺഫ്ലെക്സും ബ്രെഡ് ക്രംസും കൂടെ ഞാനങ്ങ് മിക്സ് ചെയ്താളുന്നുണ്ട്. എന്നാൽ പിന്നെ ആ ഒരു കോൺഫ്ലെക്സ് കളയണ്ടല്ലോ. അപ്പോൾ അത് 3ഉം റെഡിയാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരമണിക്കൂർ മുമ്പേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കനാണ്. അതിൽ നിന്ന് ഓരോ പീസ് എടുക്കുക. ആദ്യം നമ്മൾ ഈ പീസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈദപ്പൊടിയിലാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മുക്കിയെടുത്താൽ മതി. 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു നമ്മൾ ആദ്യം തേച്ച മസാല അതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മുട്ടൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അധികം തേക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് മുക്കിയതിന് ശേഷം ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വേഗം വേഗം കഴിയുന്ന പരിപാടികളുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഒരേപോലെ ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ചട്ടിയിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്നിച്ചങ്ങ് ചെയ്ത് വെച്ചാൽ ഇതങ്ങ് കട്ടായി പോകും. അപ്പോൾ അത് ഞാൻ ആ ഒരു നേരത്തെ നമ്മൾ ബ്രെഡ് പൊരിച്ച സെയിം എണ്ണ തന്നെയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആ ഒരു ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം തീ തന്നെ മതി കേട്ടോ. ഇതിനും മീഡിയം തീയിൽ തന്നെ ഇട്ടാൽ മതി. പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. അത് ചിക്കനാണ്, പച്ച ചിക്കനാണ്, വേവാൻ ഒരുപാട് സമയം എടുക്കുന്നൊന്നും ഇതാക്കണ്ടേ. ഒരു 2 മിനിറ്റ് ഒരു ഭാഗം, കറക്റ്റ് ടൈം വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് നോക്കിയാൽ മതി. 2 മിനിറ്റ് ഒരു ഭാഗം തിരിച്ചിടുക, ഒരു 2 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോഴത്തേക്ക് തന്നെ നല്ല ജ്യൂസി ആയിട്ട് നല്ല അതിൻ്റെ വെന്ത് വരും കേട്ടോ ചിക്കനൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അധികം കൂടുതൽ സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. ഇപ്പോൾ അത് 2 മിനിറ്റ് ആയിട്ട് ഞാൻ 4 മിനിറ്റ് മൊത്തത്തിൽ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം എണ്ണ, ആ ഒരു എണ്ണ നമുക്ക് ആവശ്യമുള്ളത് തന്നെ ബാക്കി ഉണ്ടാവും. ഇപ്പോൾ കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്നാവും. പൊരിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ സ്മെല്ലാണ് ഉണ്ടാവുക കേട്ടോ. മൊത്തത്തിൽ അങ്ങ് പരക്കും, അടിപൊളി സ്മെല്ലാണ്. ഇനിയിപ്പോൾ അതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തതാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചുടുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു പീസിൻ്റെ പകുതി തിന്നാണ്, ബാക്കി ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്, കണ്ടില്ല. ഞാൻ ഒന്നുള്ളിൽ കാണിച്ചു തന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ വേണ്ടിയിട്ട്, ഒന്നും വേണ്ടിയില്ല. പിന്നെ പറയണ്ടല്ലോ, സാൻഡ്വിച്ചും കൂടി ആക്കിയാൽ പിന്നെ ഒന്നും കൂടെ ടേസ്റ്റിയായി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സോസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗാർലിക് മയോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് ഒന്ന് അരിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ അല്ലിയാണെങ്കിൽ മുറിക്കൊന്നും വേണ്ട, മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ 2-3 അല്ലി എടുത്ത് കൊടുക്കണേ.
ഇപ്പോൾ അതാ ഒരു വെളുത്തുള്ളി മുറിച്ചിട്ട് കൊടുത്തുണ്. പിന്നെ വേണ്ടി ഒരു 1/4 കപ്പ് പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. 1/4 കപ്പ് പാൽ വെച്ച് കൊടുത്തുണ്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്താണ്. പിന്നെ നമ്മൾ എത്രയാണോ പാലെടുത്തത് അതിൻ്റെ ഡബിൾ എണ്ണയും വേണം കേട്ടോ. അപ്പോൾ 1/4 കപ്പാണ് പാലെടുത്തത്, 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തുണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഒരുപാട് ഇട്ട് അടിക്കരുത്, കുറച്ച് ഒന്നിങ്ങനെ കട്ടിയായി തോന്നിയാൽ അപ്പം തന്നെ എടുത്താൽ മതി. ഇപ്പോൾ നല്ല കട്ടിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയിൽ നമുക്ക് കുറച്ച് വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വിനെഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഏതെങ്കിലും ഒന്ന് മതി. ഞാനിവിടെ വിനെഗർ തന്നെയാണ് സ്ഥിരമായിട്ട് ചേർക്കല. അപ്പോൾ അതാ 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗാർലിക് മയ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കട്ടിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഈ ഒരു കട്ടി മതി, ഇത്രയും വേണമെന്നൊന്നുമില്ല, എന്നാലും ഈ ഒരു കട്ടിയിലായാലും നല്ലത്. അപ്പോൾ അതിനൊന്ന് തണുപ്പിക്കണം കേട്ടോ. ഞാനിനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഈ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ അതാ ഗാർലിക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കി തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ തണുത്ത ആ ഒരു ഗാർലിക്കിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി, നമുക്ക് ഏതെങ്കിലും ടൈപ്പിലുള്ള എരിവുള്ള ഒരു സോസ് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിവിടെ ചില്ലി ഗാർലിക് സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കഴിഞ്ഞു കേട്ടോ, ഉപ്പി കാലിയാണ്, കുറച്ചുള്ളൂ. ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ വെക്കേഷന്. അപ്പോൾ പിന്നെ ഇത് വാങ്ങിയിട്ടില്ല, ഉള്ളത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മസ്റ്റർഡ് സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല, മസ്റ്റർഡ് സോസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റൊന്നും കഫേന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്. 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ള ഏതെങ്കിലും ടൈപ്പ് ഹണി എടുത്താൽ മതി. 1 ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഏത് സോസ് ആണെങ്കിലും കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി ഇതാ ഈ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ അതിൻ്റെ അറ്റം ഭാഗം ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, മാറ്റണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു കവറിലേക്ക് ആക്കിയത്. ഇനിയിപ്പോൾ ഇതാ ഒരു ബ്രെഡ് ഞാൻ കാണിച്ചു തരാം. ബ്രെഡ് നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ഇതിങ്ങനെ തുറന്നു വരും, കണ്ടില്ല, ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു ലെറ്റീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഫില്ലിങ് വെക്കണം എന്നുള്ള നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. തക്കാളി, ഉള്ളി ഇതൊക്കെ വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ലെറ്റീസ് ലീഫ് മാത്രമാണ് വെക്കണത്. അപ്പോൾ ആ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ്റെ പീസ് ഓരോന്ന് വെച്ച് കൊടുക്കുക. ഞാൻ ആദ്യം വെച്ച സമയത്താണ് മനസ്സിലായത് വലുതാണ് എന്നുള്ളത്. അപ്പോൾ ചിക്കൻ ഒന്ന് മുറിക്കണം കേട്ടോ. അത്രയും വലിയ ഇതിൽ പോവില്ല, കാരണം ചെറിയ ചെറിയ ബ്രെഡല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഞാൻ ആ ഒരു ചിക്കന് മൊത്തത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചിക്കൻ്റെ പീസ് ഒന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയാണ്. ഇനി ഓരോ പീസ് ചിക്കനും ആ ഒരു ലീഫും ഓരോ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി, ഉള്ളി അങ്ങനത്തൊന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു സോസ്, നമ്മൾ കെച്ചപ്പ് വേറെ ഒന്നും ചേർക്കേണ്ടിയില്ല. ഈ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സോസ് ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ല, അല്ല കറക്റ്റാക്കി ആ ഒരു ഷേപ്പിലേക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ആ ഒരു സോസും കൂടി ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ആ സോസും വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എത്ര ചേർക്കണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഇവിടെ പിന്നെ സോസ് നല്ലോണം വേണം, അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയായി. കുട്ടികളൊക്കെ എന്താ പറയുക, പ്ലേറ്റ് കാലിയായി എപ്പോൾ കാലിയാക്കിയെന്ന് വെച്ചാൽ മതി കേട്ടോ. അത്രയും ഓടി വന്ന് എടുത്ത് കഴിച്ചു പോകും. അതുപോലെ തന്നെ വലിയവർക്കും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഫുള്ളി ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് തിന്നുകയും ചെയ്യാം. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് അങ്ങ് മെനക്കെടുള്ള പണിയൊന്നുമല്ല, സിമ്പിളാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ആരും ലൈക്ക് ചെയ്യാണ്ടാണ് കണ്ടുപോണത്. അപ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്തു എന്നുള്ളത് ആരും അറിയേയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും ഒരു ഹാർട്ട് എന്തെങ്കിലും ഇമോജി ആയിട്ട് ഇടാനും മറന്നു പോകരുത് കേട്ടോ. ഒരു കമൻറ്റ്, എന്നാൽ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ശരി, ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.